നമസ്കാരം. സ്പോർട്സ് പിച്ച് സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ലാത്ത ചില സത്യങ്ങൾ വിളിച്ചു പറയേണ്ട സമയമാണിത്. 5 തവണ കിരീടം നേടിയ ആ പഴയ മഞ്ഞപ്പട ഇന്നെവിടെയോ വഴിതെറ്റി നിൽക്കുകയാണ്. ഹൈദരാബാദിലെ തോൽവിക്ക് ശേഷം ഒരു കാര്യം വ്യക്തമാണ്. സഞ്ജു സാംസൺ എന്ന മലയാളി താരം തിളങ്ങിയാൽ മാത്രം ജയിക്കുന്ന ഒരു ടീമായി CSK മാറിയിരിക്കുന്നു. ഇത് ടീമിന് ഗുണമാണോ അതോ ദോഷമാണോ? ചെന്നൈ ക്യാമ്പിലെ ഈ ദയനീയ അവസ്ഥയെ ഒരു ജേർണലിസ്റ്റ് ശൈലിയിൽ നമുക്ക് വിശകലനം ചെയ്യാം. ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇതുവരെ നേടിയ വിജയങ്ങൾ എടുത്തു നോക്കുക. ആ 2 മത്സരങ്ങളിലും വിജയശില്പിയായി നിന്നത് സഞ്ജു സാംസൺ എന്ന ഒറ്റപ്പേരാണ്. സഞ്ജു ബാറ്റുകൊണ്ട് വിശ്വരൂപം കാട്ടിയപ്പോൾ ചെന്നൈ സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്തി. എന്നാൽ സഞ്ജു നേരത്തെ പുറത്തായാൽ ചെന്നൈയുടെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതൊരു അപകടകരമായ സൂചനയാണ്. ഒരാളെ മാത്രം ആശ്രയിച്ചു മുന്നോട്ടു പോകുന്ന രീതി CSKയുടെ ശൈലിയല്ല. സഞ്ജുവിന്റെ ഇമ്പാക്റ്റ് വ്യക്തമാണെങ്കിലും മറ്റു താരങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് ടീമിനെ പടുകുഴിയിലേക്ക് തള്ളുകയാണ്. ഇനിയങ്ങോട്ടുള്ള ഓരോ മത്സരവും സഞ്ജുവിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കുമെന്നത് ചെന്നൈ മാനേജ്മെന്റിനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ചെന്നൈ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നായകൻ ഋതുരാജ് ഗെയ്ക്വാഡിന്റെ ബാറ്റിംഗ് ഫോമാണ്. ഓപ്പണിംഗിൽ ഋതുരാജ് റൺസ് കണ്ടെത്താൻ കഷ്ടപ്പെടുന്നത് ടീമിന് വലിയ സമ്മർദ്ദമാണ് നൽകുന്നത്. പവർ പ്ലേ ഓവറുകളിൽ വേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിയാത്തത് ബാറ്റിംഗ് ഡെപ്തിനെ ബാധിക്കുന്നു. ഋതുരാജ് പതുക്കെ തുടങ്ങുന്നതുമൂലം മറുവശത്തുള്ള ബാറ്റർക്ക് റിസ്ക് എടുക്കേണ്ടി വരുന്നു. ഒരു വിക്കറ്റ് വീണാൽ പിന്നീട് വരുന്നവർക്ക് റൺ റേറ്റ് ഉയർത്തുക എന്ന വലിയ ബാധ്യതയാണ് തലയിലാകുന്നത്. പവർ പ്ലേയിൽ വേണ്ടത്ര റൺസ് ഇല്ലാത്തത് മധ്യനിരയുടെ താളം തെറ്റിക്കുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ ബാറ്റിംഗ് മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഋതുരാജിന് കീഴിൽ CSK ഈ വർഷം വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ഇന്നലത്തെ മത്സരത്തിൽ കമന്റേറ്റർമാർ പോലും എടുത്തു പറഞ്ഞ കാര്യമാണ് ഇഷാൻ കിഷന്റെ ഫീൽഡ് പ്ലേസ്മെന്റും തന്ത്രങ്ങളും. വിക്കറ്റുകൾ വീഴുമ്പോഴും സമ്മർദ്ദം നിലനിർത്താൻ കഴിയാത്ത ക്യാപ്റ്റൻസി ടീമിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. നിർണായകമായ സമയങ്ങളിൽ ബൗളിംഗ് മാറ്റങ്ങൾ വരുത്തുന്നതിലും ഫീൽഡർമാരെ വിന്യസിക്കുന്നതിലും വന്ന പിഴവുകൾ ചെന്നൈയെ തോൽവിയിലേക്ക് നയിച്ചു. അവസാന പന്തുവരെ പോരാടി ജയിക്കുന്ന ആരെങ്കിലുമൊക്കെ വന്ന് അത്ഭുതങ്ങൾ കാട്ടുന്ന ആ പഴയ CSK DNA ഇന്ന് കാണാനില്ല. ടീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അക്ഷരാർത്ഥത്തിൽ ദയനീയമാണ്. ഗ്രൗണ്ടിലെ ശരീരഭാഷയിൽ പോലും ആ പഴയ ആത്മവിശ്വാസം നിഴലിക്കുന്നില്ല. ടീമിൽ ഉടൻ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. പ്ലേയിങ് 11-ലെ ബാലൻസ് ശരിയാക്കിയില്ലെങ്കിൽ പോയിന്റ് ടേബിളിന്റെ അടിത്തട്ടിൽ തന്നെ ഈ വർഷവും ചെന്നൈക്ക് കഴിയേണ്ടി വരും. സഞ്ജുവിനെ മാത്രം വിശ്വസിച്ച് എത്ര കാലം മുന്നോട്ടു പോകും? ബാറ്റിംഗ് ഓർഡറിലും ബൗളിംഗ് പ്ലാനുകളിലും സമൂലമായ മാറ്റം വേണം. ബാറ്റർമാർ കൂടുതൽ ഇന്റന്റ് കാട്ടി കളിക്കണം. പ്രത്യേകിച്ചും ഓപ്പണർമാർ പവർ പ്ലേ മുതലാക്കിയാൽ മാത്രമേ സഞ്ജുവിനും മറ്റു മധ്യനിര താരങ്ങൾക്കും സ്വതന്ത്രമായി ബാറ്റ് ചെയ്യാൻ സാധിക്കൂ. CSK എന്ന ടീമിന് തിരിച്ചുവരാനുള്ള കരുത്തുണ്ട്. പക്ഷേ അതിന് വെറും സഞ്ജു സാംസൺ മാത്രം പോരാ. ഋതുരാജ് ഗെയ്ക്വാദും ഇഷാൻ കിഷനും മറ്റ് സീനിയർ താരങ്ങളും തങ്ങളുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം. ഇല്ലെങ്കിൽ ഈ 2026 IPL സീസൺ ചെന്നൈ ആരാധകർക്ക് നിരാശയുടെ വർഷമായി മാറും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ചെന്നൈ ടീമിൽ ഉടൻ വരുത്തേണ്ട മാറ്റം എന്താണ്? ഋതുരാജ് ഓപ്പണിംഗിൽ നിന്ന് മാറണോ? സഞ്ജുവിനെ മാത്രം ആശ്രയിക്കുന്ന ഈ രീതി മാറാൻ എന്തു ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. CSKയുടെ ഓരോ നീക്കങ്ങളും സഞ്ജുവിന്റെ വാർത്തകളും അറിയാൻ സ്പോർട്സ് പിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക.